ഭാര്യമാരെ ട്രോളുന്ന ഒരു പ്രവണത, അത് നേരത്തെ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ കൂടത്തായി എന്ന പ്രദേശത്ത് വെച്ച് ഒരു കൊലപാതകം ഒരു സ്ത്രീ നടത്തി, ഒരുപാട് കൊലപാതകങ്ങൾ നടത്തി, ഭർത്താവിനെ അടക്കമുള്ള ആളുകളെ കൊല നടത്തിയ ഒരു സാഹചര്യത്തിൽ, ഇതിനു മുമ്പും ഇതേപോലെ ചില സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ സ്വന്തം ഭാര്യമാരെ വളരെയധികം പരിഹസിക്കുന്ന, അവരെ ട്രോളുന്ന, അവരുടെ വിശ്വാസ്യതയിൽ സംശയം പ്രകടിപ്പിക്കുന്ന രൂപത്തിലുള്ള പോസ്റ്ററുകൾ, തമാശകൾ, പരിഹാസങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ അതൊരു തമാശയാണ് എന്നാണ് പലപ്പോഴും നമ്മൾ കരുതുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് വഖുൽ ഇബാദി യഖൂലു ലത്തി ഹിയ അഹ്സൻ ഇന്നശ്ശൈത്താന യൻസഗു ബൈനഹും ഇന്നശ്ശൈത്താന കാന ലിൽ ഇൻസാനി അദുവൻ മുബീന. എൻ്റെ അടിമകളോട് പറയണം, അവർ നല്ലത് മാത്രമേ സംസാരിക്കാവൂ. കാരണം ശൈത്താൻ അവർക്കിടയിൽ പ്രവർത്തിക്കും, അങ്ങനെ അവരെ ശത്രുക്കളാക്കും. നാം ഒരു പക്ഷേ തമാശയിൽ ഉപയോഗിക്കുന്ന ഒരു പദം, ഒരു വാക്ക്, അത് അവരനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, അവരുടെ മനസ്സിനെ എങ്ങനെയാണ് അത് സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, നിർദോഷമെന്ന് നമുക്ക് തോന്നുന്ന വാക്കുകളിൽ പോലും പിശാച് കടന്നു വരികയും മനുഷ്യരെ തമ്മിൽ അവൻ തെറ്റിക്കുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ടാണ് സത്യവിശ്വാസികളോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണം, നേരെ ചൊവ്വയുള്ള വാക്കുകൾ പറയണം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പരിഹാസവും കുത്തുവാക്കുകളും തമാശ പറയലുമൊക്കെ വല്ലാതെ അധികരിച്ചു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഭയപ്പെടണം. അത് അധികരിക്കാനും പാടില്ല. അല്ല, ഒരു യഥാർത്ഥ മുസ്ലിമിന് അത്തരം ഒരു സംസ്കാരം തന്നെ ഉണ്ടാവാൻ പാടില്ല. ആരെയാണ് നമ്മൾ പരിഹസിക്കുന്നത്? എല്ലാവരെയും നമ്മൾ പരിഹസിക്കുന്നു. കൂട്ടത്തിൽ നമ്മുടെ ഭാര്യമാരെയും നമ്മൾ പരിഹസിക്കുകയാണ്. നമുക്ക് വേണ്ടി ജീവിക്കുന്ന, നമുക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കി, നമ്മുടെ വസ്ത്രമലക്കി, നമ്മുടെ മക്കളെ നോക്കി, രാവു പകൽ ഒരുപോലെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നമ്മുടെ ജീവൻ്റെ പാതിയായി നമ്മുടെ കൂടെ നിൽക്കുന്ന ഭാര്യയെ ഏതോ നാട്ടിൽ, ഏതോ ഒരു പ്രദേശത്തുള്ള മതബോധമില്ലാത്ത, സംസ്കാരമില്ലാത്ത, ക്രൂരഹൃദയമുള്ള ഏതെങ്കിലും സ്ത്രീകൾ ചെയ്ത ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ നമ്മൾ അവരെയൊക്കെ പരിഹസിക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഇനി ഭാര്യമാരുടെ കാര്യം പോകട്ടെ, ഭർത്താക്കന്മാർ ഭാര്യമാരോട് ചെയ്യുന്ന ക്രൂരതയ്ക്ക് വല്ല അതിരുമുണ്ടോ? ഭർത്താക്കന്മാർ ചെയ്യുന്നതിനെ അപേക്ഷിച്ച് സ്ത്രീകൾ ചെയ്യുന്നത് ഒരുപാട് കുറവാണ്. ഞാനതിനെ ന്യായീകരിക്കുകയല്ല. എന്നാൽ ഭർത്താവിനാൽ കൊല ചെയ്യപ്പെടുന്ന, ഭർത്താവിനാൽ പരിഹസിക്കപ്പെടുന്ന, ഭർത്താവിനാൽ മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചവസ്തു ആകേണ്ടി വരുന്ന എത്രയെത്ര സ്ത്രീകളുണ്ട്. പക്ഷേ പലപ്പോഴും അവരുടെ ഭാഗത്തുനിന്ന് ഇതേപോലുള്ള ട്രോളുകളൊന്നും കാണാറില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതും പാടില്ലാത്ത കാര്യമാണ്. ഭർത്താക്കന്മാരും ആദരിക്കപ്പെടേണ്ടവരാണ്, ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. ആദം സന്തതികൾ മുഴുവൻ ആദരിക്കപ്പെടേണ്ടവരാണ്, ബഹുമാനിക്കപ്പെടേണ്ടവരാണ് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് പ്രത്യേകം പറഞ്ഞത്, മറ്റുള്ള ആളുകൾ എന്തോ ആയിക്കോട്ടെ, പക്ഷേ അവരൊക്കെ അനുകരിച്ച് നാട്ടുനടപ്പൊക്കെ നടപ്പിലാക്കുന്ന ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജ് സ്വീകരിക്കുന്ന ആളുകൾക്ക് തീരെ പാടില്ല. പക്ഷേ ഈ വിഷയത്തിൽ സലഫികളെന്നോ അഹ്ലുസുന്നയുടെ ആളുകളെന്നോ മുസ്ലിമീങ്ങളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ ഒരു പരീക്ഷണത്തിൽ അകപ്പെട്ടിരിക്കുന്നു എന്നത് ദുഃഖകരമായൊരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉൻ മിൻ നിസാഇൻ അസാ അൻ യകൂന ഖൈറൻ മിൻഹുൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ഒരു വിഭാഗവും, സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിക്കരുത്. അതേപോലെ തന്നെ വലാ തൽമിസു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കുറവാക്കി സംസാരിക്കരുത്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. മാത്രമല്ല, ആളുകളെ ചിരിപ്പിക്കാനും ജനങ്ങൾക്കിടയിൽ ഒരു തമാശ ഉണ്ടാക്കാനും വേണ്ടി ഇല്ലാത്തത് പറയുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വൈലുൻ ലിമൻ യുഹദ്ദിസ് ഫയക്ദിബ് ലിയുദ്ഹിക ബിഹിൽ ഖൗം വൈലുൻ ലഹു വൈലുൻ ലഹു. സംസാരിക്കുകയും എന്നിട്ട് ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി അതിൽ കളവ് പറയുകയും ചെയ്യുന്ന ആളുകൾക്ക് നാശം, നാശം, നാശം എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ 3 തവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ട്രോൾ എന്ന ഈ ഒരു സംസ്കാരം തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ ഒഴിവാക്കണം. അതിനപ്പുറത്ത് നാം ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യേണ്ടുന്ന നമ്മുടെ മാതാപിതാക്കളെയോ, നമ്മുടെ ഭാര്യമാരെയോ, നമ്മുടെ ഭർത്താക്കന്മാരെയോ, നമ്മുടെ മക്കളെയോ, നമ്മുടെ കൂട്ടുകാരെയോ, നാട്ടുകാരെയോ, ഭരണാധികാരികളെയോ ആരെയും തന്നെ നമ്മൾ പരിഹസിക്കരുത്. യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പറയുന്നതിന് വിരോധമില്ല. എന്നാൽ അതിനപ്പുറത്തേക്ക് വിഷയങ്ങളെയൊക്കെ ഒരു തമാശയാക്കി, പരിഹാസമാക്കി, കളിയാക്കലാക്കി മാറ്റിയാൽ
അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ അത് ഹൃദയത്തെ മരവിപ്പിച്ച് കളയും, അതിൻ്റെ ചൈതന്യത്തെ ഇല്ലാതെയാക്കും, നിർജീവമായ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് വിശ്വാസികൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയും ഓർക്കുകയും ഗൗരവത്തിലെടുക്കുകയും ചെയ്യണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.